അള്ളാനെ പറ്റി പല തോന്നിയാസം പറഞ്ഞിട്ട് ഇപ്പം ഒന്ന് പറയണേ, ഈ നൂഹ് നബി അലൈഹിസ്സലാം ചെന്നിട്ട് ആൾക്കാരോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്താ അള്ളാനെ പറ്റി ഒരു വക്കാറില്ലാത്തത്? എന്നിട്ട് അവന്റെ വക നമ്മളോട് എപ്പോഴെങ്കിലും സുന്നിയാക്ക് ഇത് ചോദിക്കേണ്ടി വന്നിക്കണോ, എന്താ നിങ്ങൾക്ക് അള്ളാനൊരു കാര്യഗൗരവമില്ലാത്തതെന്ന്? എന്നാൽ നമ്മൾ ഓരോടത് ചോദിക്കണില്ലേ എന്നാ എന്റെ നോണ. മതം കളിക്കാനുള്ളതല്ല, മതം ഗൗരവമായ എന്താ ഗൗരവം? 10 കൊല്ലം 10,000 പഠിച്ചോനാ. കേട്ടോ, നൂഹ് നബി ഒരു ചോദ്യം ചോദിക്കുക. നൂഹ് നബി പിന്നെ അവരോട് ചോദിക്കുന്നത് അള്ളാഹ് നിങ്ങൾ ഗാംഭീര്യം കാണാത്തത് എന്താണ്? ഞാൻ ലളിതമായി ചോദിച്ചു, അള്ളാഹുവിന് ഗാംഭീര്യം കാണാത്തത് എന്താണ്? മുജാഹിദുകളോട് സമസ്തക്കാർക്ക് ചോദിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടോ? അതാ ചങ്ങായി ഞങ്ങൾ ഈ ചോദിച്ചുകൊണ്ടിരിക്കണോക്കെ. എങ്ങനെയാ 2004 പഠിച്ചോന് വലത്ത് കൈ വലത് 2 പിന്നെ 2007 ഇടതേ ഇല്ല, 2009 വരുമ്പോ ഇടത്തും വലത്തും ഓരോ കയ്യേ. ഇതെങ്ങനെയാ ചോദിക്കണത്? നിങ്ങൾക്ക് പഠിച്ചോനെ പറ്റി ഒരു കാര്യ ഗൗരവല്ലേ? അള്ളാന്റെ വിഷയത്തിൽ നിങ്ങൾക്ക് ഒരു ഗൗരവല്ലേ? പുരോഹിതർ എന്ത് പറഞ്ഞാലും വിഴുങ്ങാണോന്ന് നമ്മൾ ഈ ചോദിച്ചുകൊണ്ട് നടക്കുന്ന വിഷയം. അത് നൂഹ് നബി അവിടെ ചോദിച്ചതാ, നമ്മൾ ഈ ചോദിച്ചുകൊണ്ട് നടക്കണേ. നേരെ മറിച്ച് നമ്മൾ അവരോട് എന്താ ചോദിക്കണേ? നമ്മളെന്താ ചോദിക്കണേ? പറ, മുജാഹിദുകൾ പറ, എന്താ ചോദിക്കണേ? ഔലിയാക്കളെ പിന്നാലെ പോയിട്ട് നമ്മൾ അവരോട് എന്താ ചോദിക്കണേ? ഈ ഔലിയാക്കൾ എന്ന് പറഞ്ഞാൽ എന്താ? ഷെയ്ഖ് അബ്ദുൽ ഖാദർ ജീലാനിയാണ് എന്നാ ഖാദിറായ അള്ളാന്റെ അടിമയാണ് നമ്മൾ പറയലേ, അല്ലേ? അതുപോലെ നമ്മൾ ഔലിയാക്കളെ പറയൽ എങ്ങനെയാ? CM വലിയുല്ലാഹിന്ന, അള്ളാന്റെ വലിയുന്ന. ഈ അള്ളാനെ പറയാതെ എന്ത് വലിയ? അത് അന്ന് നൂഹ് നബി ചോദിച്ചിട്ട് അതിന്റെ അർത്ഥം എന്താ? അന്ന് സമസ്ത ഉണ്ടായിരുന്നു. അതാണ് മറുഭാഗത്തല്ല, ആ ഭാഗത്ത് ഒരേ അള്ളാനെ വിശ്വസിച്ചു ആദം നബി മുതൽ ഇതുവരെ. നൂഹ് നബി വഹാബിയല്ല, ഒറിജിനൽ സുന്നിയാണ്. കാരണം നൂഹ് നബിക്ക് ജീവിതത്തിൽ ഒരു പടച്ചോനെ ഉണ്ടായിട്ടുള്ളൂ, അത് അവയവങ്ങളില്ലാത്ത അള്ളയാണ്, സ്ഥലകാലങ്ങളില്ലാത്ത അള്ളയാണ്. ഞങ്ങൾക്ക് ഇവിടെ ഇസ്ലാം എത്തിയ 1-ാം തീയതി മുതൽ ഇന്ന് വരെ അങ്ങനത്തെ ഒരു അള്ളേ ഉണ്ടായിട്ടുള്ളൂ. ഇനി മോൻ ചോദിച്ചല്ലോ ഒരു വക്കാറില്ലേ, സുന്നിയാക്ക് ഞങ്ങളോട് ചോദിക്കേണ്ടി വന്നിക്കണോ? സുന്നിയാക്ക് മാത്രമല്ലാന്നേ, ഇവരെ ഈ ബുക്കും കടലാസൊക്കെ വായിക്കണ ക്രിസ്ത്യാനികൾ ചോദിക്കപ്പലോട്, നിങ്ങൾക്ക് അള്ളാനെ പറ്റി ഒരു കാര്യഗൗരവമൊന്നുമില്ലേ? നിങ്ങളെ ഖുർആൻ നോക്കിയാൽ ഒരു കാലത്ത് അള്ളാഹ്ക്ക് കയ്യും കാലും ഉണ്ട്, വേറൊരു കാലത്ത് നോക്കിയാൽ കയ്യും കാലും ഇല്ല. നിങ്ങൾക്ക് അള്ളാനെ പറ്റി ഒരു കാര്യഗൗരവമൊന്നുമില്ല എന്ന് അച്ചായമാര് വഹാബികളോട് ചോദിക്കാൻ. എന്നാൽ ഖുർആന്റെ ഉപദേശം എന്താണ്? ഖുർആന്റെ ഉപദേശത്തിലേക്ക് വരുമ്പോൾ അവിടെ ആകെ ഒരു സംശയമാണ്. ഖുർആന്റെ അല്ലട്ടോ, ഖുർആൻ പരിഭാഷ. ജനാബ് അക്ബർ മൗലവി ഒരു കാലത്ത് പഠിപ്പിച്ചുകൊണ്ടിരുന്നു, അള്ളക്ക് ജഡമുണ്ടെന്ന് പറയുന്നവൻ അവൻ അവിശ്വാസിയാണ്, അവൻ കാഫിറാണ്, അത് ജാതികീയ ചിന്തയാണ് എന്ന് ജനാബ് അക്ബർ മൗലവി ഈ കേരളത്തിൽ ഒരു കാലത്ത് പഠിപ്പിച്ചിരുന്നുവെങ്കിൽ, അതേ ജനാബ് അക്ബർ മൗലവി തന്നെ ഇന്ന് പറയുന്നത് അള്ളക്ക് കൈയുണ്ട്, കാലുണ്ട്, ശരീരമുണ്ട്, ശിരസ്സുണ്ട്, സിംഹാസനമുണ്ട്. എന്താണ് കാരണം? അന്ന് ജനാബ് അക്ബർ മൗലവി പറഞ്ഞത് ഖുർആന്റെ അടിസ്ഥാനത്തിലാണ്, ഇന്ന് ജനാബ് അക്ബർ മൗലവി പറയുന്നതും ഖുർആന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. അല്ലല്ല, ഖുർആൻ പരിഭാഷന്റെ അടിസ്ഥാനത്തിൽ. ഒരാളെ പരിഭാഷയിൽ അങ്ങനെയാണ്, വേറൊരാളെ പരിഭാഷയിൽ അങ്ങനെയാണ്. സൂറ കാലികൾ 6-ന്റെ 102 മുതൽ 103 വരെയുള്ള വാക്യങ്ങളിലും സൂറ കൂടിയാലോചന 42-ന്റെ 51-ാം വാക്യത്തിലും അള്ളാഹു അദൃശ്യനാണ് എന്നുള്ളൊരു ധ്വനി നമുക്ക് കിട്ടുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ജനാബ് അക്ബർ മൗലവി പണ്ടൊരിക്കൽ പറഞ്ഞത് അള്ളയ്ക്ക് ദൃശ്യമായ ഒരു രൂപമില്ല. എന്നാൽ സൂര 10-ന്റെ 3-ാം വാക്യത്തിൽ അള്ളാഹു സിംഹാസനത്തിൽ ഇരിക്കുന്നു. സൂര 55-ന്റെ 26 മുതൽ 27 വരെയുള്ള വാക്യത്തിൽ അള്ളാഹുവിന് ഒരു മുഖമുണ്ട്. സൂര 48-ന്റെ 10-ൽ അള്ളയ്ക്ക് കൈയുണ്ട്. സൂര 20-ന്റെ 36 മുതൽ 39 വരെയുള്ള വാക്യങ്ങളിൽ അള്ളാഹുവിന് കണ്ണുകളുണ്ട്. ഒരു കാലത്ത് ജനാബ് അക്ബർ മൗലവി ഇതൊക്കെ ആലങ്കാരികമാണ് എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ, ഇന്ന് അതേ ജനാബ് അക്ബർ മൗലവി പറയുന്നത് ആലങ്കാരികമായി നമുക്ക് വ്യാഖ്യാനിക്കുവാൻ കഴിയില്ല, ഇത് അക്ഷരാർത്ഥത്തിൽ തന്നെ വിശ്വസിക്കണമെന്നാണ്. ഇത് കുഞ്ഞാമൂലർ പറഞ്ഞ മാതിരി നമ്മൾ ഒന്നിച്ചുന്ന കാലത്താണ്, നമ്മളല്ല ഞങ്ങളെല്ലാവരും ഇവിടെ ഒന്നിച്ചുള്ള കലാപരിപാടിയാണ്. ജനാബ് അക്ബർ മൗലയ്ക്ക് അള്ളാഹുവിന് ദൃശ്യമായ ഒരു രൂപമുണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ 2 കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് 2 ഉത്തരമാണ്, ബൈബിളിന് ഒരു ഉത്തരമേ ഉള്ളൂ. അള്ളാഹുവിന്റെ ഖുർആനിന് ഒരു ഉത്തരമുള്ളൂ, ലൈസ കമിസ്ലിഹി ഷൈഉൻ വഹുവസ് സമീഉൽ ബസീർ. അള്ളാഹുവിന് ഒരു കാലത്തും കൈകളോ കാലുകളോ അവയവങ്ങളോ ഇല്ല. വലില്ലദീന അഹ്സനുൽ ഹുസ്നാ, ആ പഞ്ചേന്ദ്രിയങ്ങളെ കൊണ്ട് ഈ ആധുനിക ലോകത്ത് കാണാൻ കഴിയുന്ന ശക്തിയല്ല, സുഹൃതം കൊണ്ട് സ്വർഗലോകത്ത് കാണാൻ കഴിയുന്ന ശക്തിയാണ് അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അച്ചായൻ ചോദിച്ചു, ഞങ്ങൾക്ക് അള്ളാഹിനെ പറ്റി ഒരു ഗൗരവമൊന്നുമില്ലേ? ഈ ചോദ്യം കേട്ട് നടക്കുന്ന വഹാബികൾ നമ്മളോട് വന്നിട്ട് പറയാം, ഞങ്ങൾക്ക് അള്ളാഹിനെ പറ്റി ഒരു ഗൗരവമല്ലേ?